ഹലോ എവ്രി വൺ, വെൽക്കം ടു ചിത്രവസ്ത്ര. പ്രൊക്രിയേറ്റ് മലയാളം ട്യൂട്ടോറിയൽ ചാനലായ ചിത്രവസ്ത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു പുതിയ സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ബ്രഷ് ക്രിയേഷൻ സീരീസാണ് കേട്ടോ. നമുക്ക് പ്രൊക്രിയേറ്റ് ആപ്പ് യൂസ് ചെയ്തിട്ട് ബ്രഷസ് ഉണ്ടാക്കാൻ പഠിക്കാം. അപ്പോൾ നിങ്ങളൊരു ഡിജിറ്റൽ ആർട്ട് ചെയ്യുന്ന വ്യക്തിയാണ്. നിങ്ങൾക്ക് എങ്ങനെ പുതിയ പുതിയ ബ്രഷസ് ക്രിയേറ്റ് ചെയ്യുന്നതെല്ലാം നമ്മൾ ഇൻസ്റ്റയിലാണെങ്കിലും പല വീഡിയോസിലാണെങ്കിൽ കാണുന്നുണ്ടാവില്ലേ, പക്ഷെ അതൊക്കെ എങ്ങനെ ചെയ്യുന്നതെന്ന് അറിയില്ല. കുറേ ബണ്ടിൽസ് നമ്മളിങ്ങനെ വാങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്, പുതിയ പുതിയ ബണ്ടിൽസ്. ഈ ബ്രഷ് ബണ്ടിൽസ് എല്ലാം നമുക്ക് തന്നെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഫാഷൻ ഡിസൈനിങ് സ്റ്റുഡൻസ് ആണെങ്കിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ലേ, ഇങ്ങനെ എന്താ പറയുക, റണ്ണിങ് സ്റ്റിച്ചസ്, പല ടൈപ്പ് സ്റ്റിച്ചസിൻ്റെ അല്ലെങ്കിൽ സിപ്പേഴ്സിൻ്റെ ഒക്കെ ബ്രഷസ്. അപ്പോൾ ഇതൊക്കെ എങ്ങനെ നമുക്ക് ഉണ്ടാക്കാം എന്നുള്ളത് പഠിക്കാം. അതിൻ്റെ ജസ്റ്റ് ഒരു ചുവടുവെപ്പ് മാത്രം, ആദ്യത്തെ സ്റ്റെപ്പ്, ഒരു പടി എന്നുള്ള രീതിയിൽ നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇതിൽ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ബ്രഷ് ഷെയ്ഡിങ് ബ്രഷാണ് കേട്ടോ. എങ്ങനെ നമുക്ക് ഇപ്പോൾ ആർട്ട് വർക്ക്സിലെല്ലാം ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ബ്രഷാണ് ഷെയ്ഡിങ്, അല്ലേ? ഷെയ്ഡിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ആദ്യം ഷെയ്ഡിങ് വെച്ചിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എല്ലാവരും വീഡിയോ കംപ്ലീറ്റ് കാണുക. ഇതിൽ ഞാൻ എങ്ങനെയാണ് ഒരു ബ്രഷ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നും അത് യൂസ് ചെയ്തിട്ട് എങ്ങനെ ഷെയ്ഡ് ചെയ്യാം, അല്ലെങ്കിൽ ഈ ബ്രഷ് എന്തിനൊക്കെ യൂസ് ചെയ്യാന്നുള്ളതും, അത് വെച്ചിട്ട് ഞാനൊരു പ്രൊഡക്റ്റ് എങ്ങനെ ഉണ്ടാക്കി അത് സെയിൽ ചെയ്യുന്നത് എങ്ങനെ എന്നുള്ളതെല്ലാം ഡീറ്റെയിൽ ആയി പറയുന്നുണ്ട്. സോ ഫസ്റ്റ് മുതൽ, ആദ്യം മുതൽ അവസാനം വരെ കാണുക, സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക കേട്ടോ. എന്നിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സോ നമ്മളിപ്പോൾ ആപ്പ് സെലക്ട് ചെയ്തു. ഞാനൊരു സ്ക്വയർ ക്യാൻവാസാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ക്യാൻവാസ് സെലക്ഷൻ്റെ വീഡിയോ ഞാൻ ഇതിനു മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ക്യാൻവാസ് എങ്ങനെ സെറ്റ് ചെയ്യാം, ഡയമെൻഷൻ എങ്ങനെ സെറ്റ് ചെയ്യാം, ക്യാൻവാസ് സെലക്ട് ചെയ്യേണ്ട രീതി എല്ലാം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അത് കാണാത്തവർ എൻ്റെ ആ വീഡിയോസ് ഞാൻ അതിൻ്റെ ലിങ്ക് ഇതിൽ കൊടുക്കുന്നുണ്ട്, ജസ്റ്റ് അത് കാണുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു സ്ക്വയർ ക്യാൻവാസ് സെലക്ട് ചെയ്തു. എന്നിട്ട് ഞാൻ ബ്രഷിൽ ഞാൻ കാലിഗ്രഫി, ക്ലാസിക് ലൈബ്രറിയിൽ കാലിഗ്രഫിയിൽ മോണോലൈൻ ബ്രഷ് സെലക്ട് ചെയ്യണേ. ഞാൻ ആ ബ്രഷാണ് സെലക്ട് ചെയ്യുന്നത്. എന്നിട്ട് ഞാൻ ഈ ക്യാൻവാസ് നിറയെ സ്മോൾ ഡോട്ട്സ് ഇടാണ് കേട്ടോ. അവിടെ ഇവിടെ ചെതറുന്ന രീതിയിൽ ഇട്ടാൽ മതിയേ, അങ്ങനെ ഇന്ന രീതിയിലൊന്നുമില്ല, ജസ്റ്റ് സ്കാറ്റർ ചെയ്യുന്ന രീതിയിൽ ഇടുക. ഓക്കെ, അപ്പോൾ ഇത് കുഞ്ഞു കുഞ്ഞ് ഡോട്ട്സ് ആണല്ലോ അല്ലേ. ഇനി ഇതിനേക്കാളും കുറച്ച് വലിയ ഡോട്ട്സ്, കുറച്ചുകൂടെ വലിയ ഡോട്ട്സ് ഇടാം. ഇന്ന രീതിയിലൊന്നൊന്നുമില്ല, സ്കാറ്റർ ചെയ്യുന്ന രീതിയിൽ, ചെതറി കിടക്കുന്ന രീതിയിൽ ഇടാം. നമ്മൾ ഒരു ആർട്ട് വർക്ക് ചെയ്യുന്നവർക്കറിയാം എത്ര ക്ഷമ വേണമെന്നല്ലേ. ചില ആർട്ട് വർക്ക്സിനെല്ലാം നമ്മൾ 2-3 ദിവസം, ഞാനൊരു കഥകളി പെയിൻറ്റിങ് ചെയ്തിട്ട് എനിക്ക് 21 ദിവസമാണ് അതിനെടുക്കേണ്ടി വന്നത് അല്ലേ. അപ്പോൾ വളരെ ക്ഷമ വേണം. ഈ ക്ഷമ ഇല്ലാത്തവർക്ക് ക്ഷമ പഠിക്കണമെങ്കിലും ഇങ്ങനത്തെ ഓരോ ആർട്ട് വർക്ക്സ് പഠിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ജസ്റ്റ് അത് സ്കാറ്റർ ചെയ്യുന്ന രീതിയിലിടുക. കുറച്ചും കൂടെ വലിയ ഡോട്ട്സ് ഇടാം. ഇനി ഇതിനേക്കാളും കുറച്ചും കൂടെ വലിയ ഡോട്ട്സ് ഇടാം. ഇതിപ്പോൾ ഇത്ര എണ്ണമൊന്നുമില്ല കേട്ടോ. നമ്മൾ അവിടെ എവിടെയായിട്ട് ഇങ്ങനെ ഫില്ല് ചെയ്യുക, ക്യാൻവാസ് ഒന്ന് ഫില്ല് ചെയ്യുക.
ഇനി കുറച്ചും കൂടെ വലിയ ഡോട്ട്സ് ഇടാം. വലിയ ഡോട്ട്സ് ഒന്നും കുറേ വേണമെന്നില്ല. കുറച്ച് ഈ എംപ്റ്റി സ്പേസസിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇട്ടാൽ മതി. ജസ്റ്റ് കുറച്ച് വലിയത് ഇതിനേക്കാൾ വലുത് ജസ്റ്റ് 1-2 അവിടെ ഇടുന്നുണ്ട്. 1 or 2 ഒരു കുറച്ച്. ഏകദേശം ഇതൊന്ന് ഫില്ലായില്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ലെയറിൽ പോയിട്ട് ബാക്ക്ഗ്രൗണ്ട് കളറില്ലേ അത് ബ്ലാക്ക് ആക്കാം. ഇപ്പം ഒന്നും കാണുന്നില്ല അല്ലേ. ജസ്റ്റ് ലെയറിൽ പോവുക, എന്നിട്ട് ഇൻവേർട്ട്, അത് വന്നു. ഇനി ലെയറിൽ പോയിട്ട് കോപ്പി ചെയ്യുക. ബ്രഷ് എടുക്കുക. ഞാനിപ്പോൾ എൻ്റെ ഒരു മൈ ബ്രഷ് എന്ന് പറഞ്ഞ സെറ്റ് എടുത്തു. അതിൽ ക്രിയേറ്റ് ന്യൂ ബ്രഷ് ക്ലിക്ക് ചെയ്തു. ഷേപ്പ് എടുക്കുക, ഷേപ്പ് സോഴ്സ് എടുക്കുക, ഇമ്പോർട്ട് എടുത്തു, പേസ്റ്റ് ആയിട്ടോ. ഇനി ഇതിൽ ഷേപ്പിൽ തന്നെ ജസ്റ്റ് ഷേപ്പ് പ്രോപ്പർട്ടീസിൽ പോയിട്ട് സ്കാറ്റർ ഒരു 73% കൊടുക്കുക. പ്രോപ്പർട്ടീസിൽ ഇതിൻ്റെ ബ്രഷ് ബിഹേവിയറിൽ മാക്സിമം സൈസ് ഒരു 300 ആ ഒരു റേഞ്ചിൽ കൊടുക്കുക. അപ്പം അങ്ങനെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. യെസ്, നമ്മുടെ ബ്രഷ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ വലിയതാണ്, നേർങ്ങനാണെങ്കിൽ നേർങ്ങനെ ഷെയ്ഡ് ചെയ്യാം. സോ ദിസ് ഈസ് ആ ഷെയ്ഡിങ് ബ്രഷ്. അപ്പം ഇത് നമ്മൾ എങ്ങനെ യൂസ് ചെയ്യാൻ ചോദിക്കുകയാണെങ്കിൽ ഒരു എക്സാമ്പിളായി കാണിക്കാം. ജസ്റ്റ് എന്തെങ്കിലും ഒരു രൂപം വരയ്ക്കാം. ഞാനൊരു ഫ്ലവർ വരയ്ക്കുകയാണ് കേട്ടോ. ഫ്ലവർ വരച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ഷെയ്ഡ് ചെയ്യാൻ പോവാണ്. യെസ്, നമുക്ക് എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇത് വന്നിട്ടുള്ളത് അല്ലേ ഷെയ്ഡിങ്. അപ്പം ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിലും ഷെയ്ഡ് ചെയ്യാം. പിന്നെ ചുമ്മാ നമുക്ക് ഡോട്ട്സ് ഒക്കെ ഇട്ടെടുത്ത് ഇത് നമുക്ക് എന്ത് കളറിലും നമുക്കിത് ചെയ്യാം. ഇതാണ് ഷെയ്ഡിങ് ബ്രഷ്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ബ്രഷാണ്. നമ്മൾ ആർട്ട് വർക്കിൽ ഏറ്റവും കൂടുതൽ ചെയ്യുന്നൊരു പണിയാണ് ഷെയ്ഡിങ് അല്ലേ. ഷെയ്ഡിങ് ആണ് എല്ലാം. അപ്പോൾ അതിന് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ബ്രഷാണിത്. ഇതുപോലത്തെ യൂസ്ഫുൾ ബ്രഷസ് ഇപ്പോൾ ഫാഷൻ ഡിസൈനിങ് സ്റ്റുഡൻസിനാണെങ്കിൽ സ്റ്റിച്ചസ് അല്ലേ, റണ്ണിങ് സ്റ്റിച്ച് പോലത്തെ സ്റ്റിച്ചസ് വരയ്ക്കുന്ന രീതിയിലുള്ള ബ്രഷ് ക്രിയേഷനും എല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ പഠിക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊജക്റ്റാണ്. ഇതിൻ്റെ ജസ്റ്റ് ഒരു ലൈൻ ഡ്രോയിങ് മാത്രമേ ഞാൻ ഇപ്പോൾ വരച്ചിട്ടുള്ളൂ. ഷെയ്ഡിങ് കൊടുത്തിട്ടില്ല. ജസ്റ്റ് ഈ ഒരു ഇതവിടെ കാണുന്ന ഈ മെഡിസിൻ ബോട്ടിലിൽ മാത്രമേ ഞാൻ ഷെയ്ഡ് ചെയ്തിട്ടുള്ളൂ. ബാക്കി നമ്മൾ ഇന്നിപ്പോൾ പ്രിപ്പയർ ചെയ്ത ഈ ബ്രഷ് വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ളത് ഷെയ്ഡ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഞാൻ ജസ്റ്റ് ഈ ഒരു ഏരിയ മാത്രം ഷെയ്ഡ് ചെയ്യുന്ന ഒരു ചെറിയൊരു പോർഷൻ ഞാനിതിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. മൊത്തം പിക്ചർ ഷെയ്ഡ് ചെയ്യുന്ന ഭാഗം കാണിക്കാമെന്ന് വെച്ചാൽ ഒരുപാട് സമയം എടുക്കും. അപ്പോൾ ഇത് ജസ്റ്റ് ഇത് എങ്ങനെയാണ് ചെയ്തതെന്ന് ഒരു സാമ്പിൾ, ഒരു എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടി മാത്രം ഞാനിത് ഇടുന്നതേ ഉള്ളൂ. എനിക്ക് ഇങ്ങനെ ഒരു ആർട്ട് വർക്ക് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്ക് മ്യൂസിക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. അതുപോലെ തന്നെ ഞാനൊരു ഡോക്ടർ ആയതുകൊണ്ട് എനിക്ക് മെഡിസിനും മ്യൂസിക്കും കൂടെ റിലേറ്റ് ചെയ്തിട്ടൊരു ആർട്ട് വർക്ക് ചെയ്യണമെന്ന് ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനൊരു കൺസെപ്റ്റ് ഉണ്ടാക്കി. എന്നാൽ
എന്താണ് ഒരു ലൈൻ ഡ്രോയിങ് പോലെ ചെയ്ത് അതിൽ ജസ്റ്റ് ഷെയ്ഡിങ് ചെയ്തിട്ട് ഞാൻ പിന്നെ POD ചെയ്യുന്ന ആളാണെന്ന് അറിയാലോ, അതും കൂടെ ചെയ്യാം. അതിലിത് ഇങ്ങനെ ഇട്ടാൽ എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ നോക്കാം എന്നൊക്കെ കരുതിയിട്ട് ചെയ്ത ഒരു ആർട്ടാണിത്. അപ്പം ഞാൻ ജസ്റ്റ് ഈ ഒരു ഭാഗം മാത്രം ഞാനിതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായം പറയണം എങ്ങനെയുണ്ട് എന്നൊക്കെയുള്ളത്. ഇനിയും കൂടുതൽ എനിക്ക് ചെയ്യണമെന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടുമല്ലോ ഈ ബ്രഷ് കൊണ്ട് എന്താണ് ഉപകാരം എന്നുള്ളതിനെ കുറിച്ചിട്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. ഈ ബ്രഷിൽ ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ കേട്ടോ. സോ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഓക്കെ, നമ്മൾ നേരത്തെ ഷെയ്ഡ് ചെയ്യാതെ ജസ്റ്റ് ലൈൻ ഡ്രോയിങ് മാത്രം വരച്ചിട്ടുള്ള ലുക്ക് കണ്ടിരുന്നു അല്ലേ? ഇത് ഷെയ്ഡിങ് ചെയ്തിട്ടുള്ള ലുക്കാണ്. അപ്പോൾ മനസ്സിലായില്ലേ എത്രത്തോളം ഷെയ്ഡിങ് എന്ന് പറഞ്ഞത് ഒരു ആർട്ട് വർക്കിൽ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. ഇനി ഞാൻ എൻ്റെ റെഡ് ബബിൾ സൈറ്റായ സെനറോണ കാണിച്ചു തരാം. ഞാൻ POD ചെയ്യുന്ന പേജാണിത്. അപ്പോൾ ഇതിൽ ഞാൻ ഈ ഒരു വർക്ക് ഇട്ടു. ജസ്റ്റ് ഞാനൊരു പ്രൊഡക്റ്റ് എടുക്കാം, ഡെസ്ക് മാറ്റ് എടുക്കാം, കാണിക്കാം. ദിസ് ഈസ് ദി ഔട്ട്പുട്ട്. നമുക്ക് ആ ഒരു ലുക്ക് കിട്ടുന്നത് ഇങ്ങനെ ആയിരിക്കും. POD ചെയ്യുമ്പോൾ ഈ ആർട്ട് വർക്ക് ഞാൻ ജസ്റ്റ് റെഡ് ബബിൾ ഇട്ടതാണ്. അതുകൂടാതെ വേറെയും പ്രൊഡക്ട്സിലേക്ക് നമുക്ക് ഈ വർക്ക് ആഡ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഐഫോൺ സോഫ്റ്റ് കേസിൽ നമുക്ക് ജസ്റ്റ് ഇത് കാണിക്കുന്നതാണ് കേട്ടോ. എത്ര ഭംഗിയിൽ നമുക്ക് നമ്മുടെ ആർട്ട് വർക്ക് കാണാൻ പറ്റും എന്നുള്ളത്. ഒരു ത്രോ പില്ലോ കൂടെ എടുക്കാം. ഇതാ കണ്ടില്ലേ, ഇങ്ങനെ ഒരു ഔട്ട്ലുക്ക് നമുക്ക് ലാസ്റ്റ് കിട്ടും. അപ്പോൾ ഇത് ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലത്തെ കുറേ കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഇത് പ്രൊഡക്ട്സ് ആയിട്ടാണ് വരുന്നത് അല്ലേ. ഇത് $15 നമ്മൾ എൻ്റെ ഈ സൈഡിൽ ഇത് കൊടുത്തിരിക്കുന്നത്. ഇതിന്നൊരു കമ്മീഷനാണ് കിട്ടുക നമുക്ക്. നമ്മുടെ ഈ ആർട്ട് വർക്കിനുള്ളൊരു കമ്മീഷനാണ് കിട്ടുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇനിയും ഇതുപോലത്തെ യൂസ്ഫുൾ വീഡിയോസിനായി ചിത്രവസ്ത്ര സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതുവരെ ഇനിയും വീഡിയോസ് ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കാണാം കേട്ടോ, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.